മലപ്പുറം കാളികാവിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ. ഇന്നിപ്പോൾ നരഭോജി കടുവയെ പിടികൂടാൻ വനവകുപ്പിന്റെ കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചത് ഇന്നലെ രാത്രിയോടെ സ്ഥാപിച്ചിരുന്നു. 50 ക്യാമറകളും 3 കൂടുകളുമാണ് സ്ഥാപിച്ചത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം കാളികാവ് പാറശ്ശേരിയിൽ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയെ കണ്ടെത്താൻ ഇന്ന് ഡ്രോണുകൾ പറത്തും. കടുവ ദൗത്യത്തിനുള്ള രണ്ടാമത്തെ കുങ്കിയാനയും ഇന്നെത്തും. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡ്രോണുകളുടെ സഹായത്തോടെയുള്ള നിരീക്ഷണം, ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. ഈ പറഞ്ഞതുപോലെ തന്നെ ഗഫൂറിനെ കൊന്ന ആ കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം ഇതിനോടകം തന്നെ വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് ക്യാമറകളും 3 കൂടുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ആ ക്യാമറയിൽ കടുവ ഉൾപ്പെട്ടിട്ടുണ്ടോ, കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ പരിശോധിക്കും. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കടുവയെ ആദ്യം ലൊക്കേറ്റ് ചെയ്യുക, കടുവ ഏത് പ്രദേശത്താണ്, അവിടേക്ക് എത്രത്തോളം അവിടെ എത്തി ഒരു മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അവിടുത്തെ ഭൂപ്രകൃതി എന്നിവ പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടമുള്ളത്. ഇന്നലെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഭൂപ്രകൃതി എന്നുള്ളതാണ്. കാരണം തീർത്തും റബ്ബറും കാടാണ്, ചെങ്കുത്തായിട്ടുള്ള ഒരു കുന്നും മലയാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടണം, അവിടേക്ക് കുങ്കിയാനകൾ എത്രത്തോളം എത്തുമെന്നുള്ള ഒരു പരിശോധനയും രാവിലെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും 2 കുങ്കിയാനകളുമായുള്ള ഒരു തിരച്ചിൽ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ഇപ്പോൾ മുത്തങ്ങിൽ നിന്നുള്ള ഒരു കുങ്കിയാന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രമുഖ എന്ന പേരുള്ള മറ്റ് കുങ്കിയാന കൂടി എത്തും. അങ്ങനെ 2 കുങ്കിയാനകളുടെ സഹായമാണ് ഇന്ന് ഇപ്പോൾ ഈ രാവിലെ ഉണ്ടാവുക. ഡ്രോൺ പറത്തിയുള്ള ഒരു അന്വേഷണം കൂടി ആ പ്രദേശത്തേക്ക് ഉണ്ടാകും. കാരണം റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഡ്രോണിൻ്റെ സംഘം രാവിലെ എത്തും എന്നുള്ളത് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഗഫൂറിൻ്റെ മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അത് കല്ലാമൂല ജുമാ മസ്ജിദിൽ കബറടക്കി. മറ്റൊന്നുള്ളത് 14 ലക്ഷം രൂപയാണ് ഈ വീടിന് ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യഘട്ടമായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്നുള്ളത് കൂടി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ഒരു ആവശ്യത്തിൻ്റെ പുറത്തായിരുന്നു ഇന്നലെ അത് DF എഴുതി കൊടുത്തതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ വലിയ പ്രതിഷേധമൊക്കെ അവസാനിച്ചത്. അപ്പോൾ അതിനെ എത്രയും വേഗം കൂട്ടിലാക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളൊരു ആവശ്യം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ജനരോഷം തണുക്കാൻ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CCF അടക്കമുള്ള പ്രധാനപ്പെട്ട വനം വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച ഇതിനെ പിടികൂടുന്നതുവരെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ CCF പറഞ്ഞിരുന്നു. ആ ഒരു തരത്തിലുള്ള സജ്ജമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിരാവിലെ മുതൽ തന്നെ ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദ